ഹായ്, ഞാൻ ജിഷ്ത വിജയ്. ഒരുപാട് സന്തോഷമുണ്ട് വേൾഡ് കപ്പ് ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും. ഞങ്ങൾ രണ്ടാമത് ചാമ്പ്യന്മാരായാലും ഒരുപാട് സന്തോഷമുണ്ട്. ടോട്ടൽ ടൂർണമെന്റിൽ 6 വിക്കറ്റാണ് നേടാൻ കഴിഞ്ഞത്. അതിലും ഒരുപാട് സന്തോഷം. എൻ്റെ കൂടെ ഇത്രയും കാലം നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഉയരങ്ങളിലെത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപാട് നന്ദി. അങ്ങനെ അണ്ടർ 19 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഇന്ത്യ രണ്ടാമതും കപ്പടിച്ചിരിക്കുകയാണ്. രണ്ടാം തവണയും കപ്പ് നേടിയതിൽ അഭിമാനം മലയാളികൾക്കുണ്ട്. കാരണം മലയാളി താരം VJ ജോഷിത, വയനാട്ടുകാരി. നമുക്കറിയാം, മിന്നുമണിക്കും സജന സജീവനൊക്കെ ശേഷം ജോഷിതയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി എന്ന് പലരും പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ അഭിമാനമായി 3 താരങ്ങളാണ് വയനാട്ടിൽ നിന്നുള്ളത്. അതിലൊന്ന് ഏറ്റവും ഒടുവിലായി ഇടം നേടുകയും ഏറ്റവും ഒടുവിൽ വിജയം കൊയ്യുകയും ചെയ്ത VJ ജോഷിതയാണ്. ഇത് VJ ജോഷിതയുടെ മാതാപിതാക്കളാണ്. അവർ ജോഷിച്ചേട്ടൻ കൽപ്പറ്റയിലെ ഒരു ഹോട്ടലിൽ പാചകത്തൊഴിലാളിയാണ്. അമ്മ ജയശ്രീ ഒരു ഫാൻസി കടയിലാണ് ജോലി ചെയ്യുന്നത്. ചെറുപ്പത്തിലെ കൽപ്പറ്റ പള്ളിത്താഴ റോഡിൽ വെച്ചിട്ട് തെങ്ങിൻ്റെ മടൽ കൊണ്ട് ക്രിക്കറ്റ് ബാറ്റാക്കിയിട്ട് ജോഷിച്ചേട്ടൻ്റെ ഒപ്പം കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കളിച്ചതാണ് ജോഷിതയും. അവർ തന്നെ അത് പറയും. സ്വന്തമായിട്ട് വീടൊന്നുമില്ല, വാടക വീട്ടിലാണ് കുറേ വർഷങ്ങളായി താമസം. അപ്പോൾ ഇന്ത്യ കപ്പടിച്ച് വലിയ അഭിമാനം ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തിയപ്പോൾ അതിൽ സന്തോഷം പങ്കിട്ട് അമ്മ അവരുടെ കടയ്ക്കരികിലുള്ള ആനപ്പാലം ജംഗ്ഷനിൽ എല്ലാവർക്കും ലഡുവൊക്കെ വിതരണം ചെയ്യുകയാണ്. വലിയ സന്തോഷമാണ്. ആളുകളൊക്കെ അഭിനന്ദിച്ച് ഫോൺ കോളുകളൊക്കെ വരുന്നുണ്ട്. ജോഷിത മലേഷ്യയിൽ നിന്ന് മത്സരം കഴിഞ്ഞ് തിരിച്ചെത്തിയില്ല. അമ്മയ്ക്കും അച്ഛൻ ജോഷിക്കുമാണ് ഫോണൊക്കെ വരുന്നത്, എല്ലാവരും അഭിനന്ദനമൊക്കെ അറിയിക്കുന്നത്. വഴിയെ പോകുന്നവർക്കൊക്കെ സന്തോഷസൂചകമായി ലഡുവൊക്കെ വിതരണം ചെയ്തു. ഇത് നമ്മൾ ജെയ്സൺ ലഡു വാങ്ങുന്നുണ്ട്. ട്രാഫിക് പോലീസുകാരനൊക്കെ ലഡുവൊക്കെ കൊടുത്ത് അമ്മ സന്തോഷം പങ്കിടുകയാണ്. ശ്രീജ ചേച്ചി, ഇതൊരു കായിക താരത്തിൻ്റെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവേളയാണിത്. ആ സന്തോഷം അവർ സുഹൃത്തുക്കൾക്കൊപ്പം പങ്കിടുന്നു. എല്ലാ സ്ഥാപനങ്ങളിലും ചെന്ന് ലഡുവൊക്കെ വിതരണം ചെയ്തു. കൽപ്പറ്റ അമ്പലേരിയിൽ ഒരു വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. കൽപ്പറ്റ നഗരത്തിനടുത്ത് ആനപ്പാലത്താണ് രണ്ടുപേരും ഉള്ളത്. ക്രിക്കറ്റ് പ്രേമികൾക്കും കായിക പ്രേമികൾക്കും എല്ലാം അഭിമാനകരമായ നേട്ടമാണ് അവർ കൈവരിച്ചിട്ടുള്ളത്. സന്തോഷം, എല്ലാവർക്കും നന്ദി, അത്രേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരുടെ പിന്തുണയായിരുന്നു. പിന്നെ അവരുടെ ഒരു ആഗ്രഹമായിരുന്നു വേൾഡ് കപ്പ് നേടണം എന്നുള്ളത്. എല്ലാവരുടെയും പിന്തുണയോടുകൂടി വേൾഡ് കപ്പ് അടിച്ചു വന്നതിൽ വളരെയധികം സന്തോഷം. ഈ ഒരിക്കലും ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണോന്നോ ക്രിക്കറ്റിലോട്ട് ആഭിമുഖ്യം ഉണ്ടെന്നുള്ളൂ നമ്മൾ വിചാരിച്ചതല്ല. കുട്ടീൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞതും കുട്ടീനെ കൃഷ്ണഗിരി അക്കാദമിയിൽ എത്തിച്ചതും കൃഷ്ണഗിരിയിൽ നിന്ന് കുട്ടി വളർന്ന് മുന്നോട്ട് പോയപ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ സഹായം മൂലം എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടാണ് ഇത്രയും നാൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും കുട്ടി ഒരു ക്രിക്കറ്റ് പ്ലെയർ ആകുമെന്ന് ഒരു വിചാരിച്ചേ ഇല്ല. ഒരാഗ്രഹം തോന്നിയത് തന്നെ മിന്നുമണി ഇന്ത്യൻ ടീമിൽ എത്തിയതിന് ശേഷമാണ്. അന്നേരപ്പോഴാണ് നമുക്കൊരു വിശ്വാസം തോന്നിയത് കഴിവുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നും കുട്ടികൾ ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടും എന്നുള്ളൊരു വിശ്വാസം അന്നേരപ്പോഴാണ് തോന്നി തുടങ്ങിയതായിരുന്നു. പിന്നെ അതിനുശേഷം അങ്ങോട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് KC എന്ന ആൾക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്ത് ഒരു ഇന്ത്യൻ ടീമിലെത്തിച്ച് ഒരു പ്ലെയറാക്കി മാറ്റിയിരിക്കുന്നു. പിന്നെ ഈ കൃഷ്ണഗിരി അക്കാദമിയെക്കുറിച്ച് എപ്പോഴും ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി നാസർ മച്ചാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അടുത്തതായി ജോഷിത. എനിക്ക് പോലും അതൊരു വിശ്വാസം ഉണ്ടായിരുന്ന കാര്യമല്ല. പക്ഷെ അവർക്കൊക്കെ നല്ല ഉറപ്പായിരുന്നു കുട്ടിയുടെ കഴിവിനെക്കുറിച്ച്. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളെ ഞാനും വിശ്വസിക്കാൻ തുടങ്ങി. നാസർ മച്ചാൻ ഏത് വീഡിയോ കൃഷ്ണഗിരി അക്കാദമിയെക്കുറിച്ചിട്ടാലും പറയും അടുത്തതായി ജോഷിത. ആ പേര് ഞാൻ പല വീഡിയോയിലും ഞാൻ കേട്ടതാണ്. അങ്ങനെ തന്നെ ഞങ്ങളുടെ മനസ്സിലൊരാഗ്രഹം തോന്നിത്തുടങ്ങി, കുട്ടീനെ ഒന്ന് ഇന്ത്യൻ ജേഴ്സിയിൽ കാണണമെന്നുള്ളത്. ഏതായാലും അത് സാധിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവളുടെ കോച്ചുമാർ ദീപ്തി മിസ്, ജസ്റ്റിൻ ഫെർണാണ്ടസ്, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി നാസർ മച്ചാൻ, അവളെ ക്രിക്കറ്റിലേക്ക് എത്തിച്ചയാൾ അമൽ ബാബു ആണ് ആദ്യം തിരിച്ചറിയുന്ന ഇവളിലൊരു പ്ലെയർ ഉണ്ടെന്നുള്ളത്. ആ മുഖാന്തരമാണ് കൃഷ്ണഗിരിയിൽ എത്തിപ്പെടുന്നത്. അതിനുശേഷം അങ്ങോട്ട് KC ആണ് അവളെ വളർത്തുന്നത്. ജോഷിത ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെന്ന് പറയും. പക്ഷേ ക്രിക്കറ്റർ ജോഷിത ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് KCയുടെ മോളെന്നേ ഞാൻ പറയുക. കാരണം KC ആണ് അവളെ വളർത്തി ഇന്ത്യൻ ടീമിൽ എത്തിച്ചേക്കുന്നത്. ഇത് ഇപ്പോൾ എല്ലാവരോടും നന്ദി എന്നൊരു വാക്കല്ലാണ്ട് വേറൊന്നും പറയാനില്ല. സന്തോഷമുണ്ട്. കാരണം ഇന്ത്യൻ ടീമിലെത്തുകയും വേൾഡ് കപ്പ് കളിക്കുകയും അതിൽ ഒരു ഭാഗമാകാനായിട്ട് ജോഷിതയ്ക്ക് പറ്റുകയും അതിൽ വിജയിച്ച് എന്തായാലും ഇന്ത്യ കപ്പടിച്ച് വന്നതിൽ വളരെയധികം സന്തോഷം.
ഇനിയിപ്പം IPL-ലേക്കാണ് പോകാൻ നിൽക്കുന്നത്. IPL-ലേക്കാണ് ഇനിയിപ്പോൾ RCB-ൻ്റെ ഇതിലേക്കാണ് പോകാൻ നിൽക്കുന്നത്. അതിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുവാനും അതിലും RCB കപ്പടിക്കുവാനുമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പം ചേച്ചിയാണ് ഭയങ്കര ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു പറയുന്നത് ക്രിക്കറ്റിൽ. അല്ല അതൊരു ഫാൾസ് ഇൻഫർമേഷൻ ആണ്. അങ്ങനല്ല, ഞാൻ അവളെ എന്താ പറയുക മെൻ്റലി സപ്പോർട്ട് ചെയ്യുക, ചെറിയപ്പ് ചെയ്യുക. അവളൊന്ന് ഡൗൺ ആയി പോയെങ്കിൽ അഥവാ വല്ല മാച്ച് അവൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ലേ സാരല്ല പോട്ടെ, നമുക്ക് അടുത്തത് ഉണ്ടല്ലോ പിടിക്കുക, അങ്ങനെ പറയാനല്ലാണ്ട് ക്രിക്കറ്റിൻ്റെ ബാലപാഠങ്ങളൊന്നും എനിക്കറിയില്ല. എനിക്ക് തന്നെ ABCD അറിയില്ല. ഇവള് കളിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ മാച്ച് തന്നെ എനിക്ക് കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ഉപദേശങ്ങൾ എന്നാലും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇതിൽ ജയിച്ചപ്പോൾ സന്തോഷം? ഒത്തിരി സന്തോഷം, ഒത്തിരി അഭിമാനം. അവൾ ഇത്രയും വലിയൊരു ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമാവാന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സന്തോഷം, അഭിമാനം.